താമരശ്ശേരിയിലെ ആക്രമണം ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് പരിഗണിക്കുകയാണ്. 5 വിദ്യാർത്ഥികളും ഹാജരായി. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. അഭിജിത്ത്, ഈ 5 വിദ്യാർത്ഥികളും ഹാജരായിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇപ്പോഴാണോ ഇവർ ഹാജരായിട്ടുള്ളത്? കൂടുതൽ വിവരം പറയും. തീർച്ചയായും നിലവിലിപ്പോൾ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഈ കേസ് പരിഗണിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ വെള്ളിമാട് കുന്നിലെ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റുക എന്നുള്ളതാണ് തീരുമാനമായിരിക്കുന്നത്. അതായത് ഏറ്റവും നിർണായകമായ കാര്യം ഇവരെ രക്ഷിതാക്കൾക്കൊപ്പം വിടില്ല എന്നുള്ളത് തന്നെയാണ്. നേരത്തെ കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ച ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അവരെ രക്ഷിതാക്കൾക്കൊപ്പം വിട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഇതിലിപ്പോൾ ഏറ്റവും നിർണായകമായിരിക്കുന്നത് ഈ ഷഹബാസ് മരിച്ചു എന്നുള്ളത് തന്നെയാണ്. കൊലക്കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഈ പ്രതികൾക്കെതിരെ നിലവിൽ ചുമത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ ആ രീതിയിലുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ തീരുമാനം ഇപ്പോൾ വന്നിട്ടുള്ളത് ഇവരെ വെള്ളിമാട് കുന്നുള്ള ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റുക. ഇവർക്ക് പരീക്ഷയടക്കമുണ്ട് എന്നുള്ള കാര്യം രക്ഷിതാക്കൾ ഉൾപ്പെടെ വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ആവശ്യമെങ്കിൽ ഈ പരീക്ഷ എഴുതാനുള്ള സൗകര്യം ഏർപ്പെടുത്തുക. അതായത് ഒന്നുകിൽ ഒരു സ്റ്റാഫിന്റെ സപ്പോർട്ടോടുകൂടി അല്ലെങ്കിൽ ഒരാളെ ഇവിടെ നിന്ന് നിയമിച്ചുകൊണ്ട് അയാളുടെ സാന്നിധ്യത്തിൽ പരീക്ഷ എഴുതാനുള്ള അവസരം ഒരുക്കുക. ഇനി മറ്റ് പരീക്ഷകളാണെങ്കിൽ ഈ പബ്ലിക് എക്സാമുകൾ പോലെയുള്ളവയല്ലെങ്കിൽ അത് ഈ വെള്ളിമാട് കുന്നിലുള്ള ഈ ഒബ്സർവേഷൻ ഹോമിൽ തന്നെ അതിനുള്ള സൗകര്യം ഒരുക്കുക. ഇതാണ് നിലവിൽ തീരുമാനമായിട്ടുള്ളത്. ഏതായാലും ഇവരെ രക്ഷിതാക്കൾക്കൊപ്പം വിടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകമായ കാര്യം. അത്തരത്തിലുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ ഭാഗത്ത് വന്നത്. അല്പസമയം മുൻപാണ് കോടതി ഇത് പരിഗണിച്ചത്. 5 വിദ്യാർത്ഥികളും ഈ കേസിൽ പ്രതികളായ 5 വിദ്യാർത്ഥികളും ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ ഹാജരായിരുന്നു. ഇവരുടെ വാദം കൂടി കേട്ട ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവരെ വെള്ളിമാട് കുന്നിലുള്ള ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റുകയാണ്. അഭിജിത്ത്, ഇപ്പൊ ഇവർ വിദ്യാർത്ഥികളാണ്, പ്രായപൂർത്തിയാകാത്തവരാണ്. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ഈ രീതിയിൽ നിയമ നടപടികൾ പോകുന്നത്. പക്ഷേ രക്ഷകർത്താക്കൾക്കൊപ്പം വിടില്ല, കാരണം കൊലക്കുറ്റത്തിന് തന്നെയാകും കേസുണ്ടാവുക. പക്ഷെ ഇതിൽ മറ്റൊരു കാര്യം, ഇതിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അതിലിനിയും വ്യക്തത വരാനില്ലേ? ഈ 5 പേർക്കെതിരെ മാത്രമാണോ കേസുള്ളത്? അക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം ഇപ്പോൾ നടക്കുന്നില്ലേ അഭിജിത്ത്? കൂടുതൽ പ്രതികൾ ഈ സംഭവത്തിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം 5 പേരല്ല ഈ കൃത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ഇതിൽ ഒരു വ്യക്തത ഇന്നലെ തന്നെ പോലീസ് വരുത്തിയതാണ്. ആ CCTV ദൃശ്യങ്ങൾ തന്നെ അതിന് തെളിവാണ്. 10ഓ അതിലധികമോ പേർ ചേർന്നാണ് അവിടെ ഒരു ആക്രമണം നടക്കുന്നത്, അവിടെ ഒരു സംഘടന നടത്തുന്നത്. ഇതിനൊടുവിലാണ് ഇങ്ങനെ അതിക്രൂരമായ രീതിയിൽ ഈ ഷഹബാസിന് മർദ്ദനമേൽക്കുന്നത്. ഷഹബാസ് ഗുരുതരമായ പരിക്കുപറ്റി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുന്നതും ഇന്നലെ രാത്രി 12:30 മരണത്തിന് കീഴടങ്ങുന്നതും. ഏതായാലും കൂടുതൽ പേർ ഇതിന് പുറകിലുണ്ടോ, മറ്റെന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലം ഈ പ്രതികൾക്കുണ്ടോ, ഒപ്പം തന്നെ ഏതെങ്കിലും ആയുധം ഉപയോഗിച്ചാണോ ഈ ആക്രമണം നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പോലീസ് ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ഏതായാലും പോലീസ് കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഡിവൈഎസ്പിയുമായി സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ആയുധങ്ങൾ കണ്ടെടുക്കുക തുടങ്ങിയ നടപടിക്രമങ്ങളൊക്കെ പോലീസിന്റെ ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. ഇന്നലെ പോലീസുമായി സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയതാണ് മൺചട്ടി, ഇടിവള പോലെയുള്ള ആയുധങ്ങൾ ഇവരുടെ കൈവശമുണ്ട് എന്നുള്ളത്. ഏതായാലും ഈ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കും, പക്ഷേ രക്ഷിതാക്കൾക്കൊപ്പം വിടില്ല. അവരെ ഒബ്സർവേഷൻ ഹോമിലേക്കാണ് മാറ്റുക, വെള്ളിമാട് കുന്നിലുള്ള ഒബ്സർവേഷൻ ഹോമിലേക്ക്. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.